നമസ്കാരം. നീള നമ്പ്യാർ ഈ ഒരു പേര് കേട്ടാൽ പിന്നെ അറിയുമോ അവരെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് പേർക്കും അറിയും. അപ്പോൾ ഈ അടുത്താണ് അവർ ഒന്നിപ്പം സോഷ്യൽ മീഡിയ ഒന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തന്നെ വൈറലാണ്. അത് ആ കാര്യത്തിൽ കേരളത്തിൽ ഒരു ദാരിദ്ര്യമില്ല. എല്ലാവരും അതിൻ്റെ പുറത്ത് കാമൊന്ന് അടിച്ചങ്ങ് കിടന്നോളൂ. അവരൊരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയുള്ള അതിന് മുന്നേ ഇൻസ്റ്റയായിരുന്നു തോന്നുന്നു. അവരുടെ വ്യാജ യൂട്യൂബ് ചാനൽ വരെ ഇഷ്ടം പോലെ തുടങ്ങിയിരിക്കുന്നത്. അത് പോട്ടെ. അപ്പം അവർ കഴിഞ്ഞ ദിവസം കൗമുദി വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെ ഇതിലോട്ട് വന്നു, അതായത് പോൺ സൈറ്റിൽ അഭിനയിക്കുന്ന പോലെയാണ് പുള്ളിക്കാരത്തി അർത്ഥനഗ്നതയായിട്ട് കുളിസീനും മോഡലാന്ന് പുള്ളിക്കാരത്തി അവകാശപ്പെടുന്നു. പക്ഷേ മോഡലൊന്നുമായിട്ട് നമുക്ക് തോന്നാറില്ല, അതാണ് സത്യം. തുണിയില്ലാത്ത മാക്സിമം തുണി കുറയ്ക്കുന്ന സീനുകളൊക്കെ കാണിച്ച് കാശുണ്ടാക്കുക എന്നുള്ളത്. അതിന് പുള്ളിക്കാരത്തിക്ക് മടിയില്ല. അതിന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്ക് കൂടെ കിടക്കണമെന്ന് പറഞ്ഞു. അതിന് കഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുണി ഇല്ലാതെയൊക്കെയുള്ള റീൽസും അതും ഇതുമൊക്കെ ആയിട്ട് ചാനലിലും അവിടെ ഇവിടെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ അവിടെ എന്തോ ഒരു വൈരുദ്ധ്യം കിടപ്പുണ്ട്. കൂടെ കിടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ തുണി ഉരിയാൻ തോന്നുമോ? അത് എന്തോ ഒരു വൈരുദ്ധ്യം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് പോട്ടെ. ഇപ്പോൾ ഉള്ള വിവാദം എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരത്തിയുടെ പേര് ആസിയ നവാസ്, അങ്ങനെ എങ്ങാണ്ടാണ് പേര്. മലപ്പുറത്താണ് ജനിച്ചത്. അപ്പം ഈ വക ഗോഷ്ഠിയൊന്നും കാണിച്ചതിൻ്റെ പേരിലല്ലാതെ തന്നെ ജീൻസും ടോപ്പ് ഇട്ട് ഫോട്ടോഷൂട്ട്, തലേ തട്ടവിടാതെ ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ പേര് മുസ്ലിം മകല് കമ്മിറ്റി പുറത്താക്കി. ഇത്രേ ചെയ്തുള്ളൂ. ഒരു നിസ്സാരമായിട്ട് ജീൻസും ടോപ്പ് ഇട്ട് തട്ടവിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ നിന്ന് പുറത്താക്കി. അവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി നേരെ കയറി പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, നിള നമ്പ്യാർ, നല്ല വെയിറ്റുള്ള പേരല്ലേ, നിള നമ്പ്യാർ. ആഹാ, പൊളിച്ച് ആ പേരങ്ങ് സ്വീകരിച്ചു. ഭർത്താവ് നവാസിൻ്റെ കൂടെ നമ്പ്യാർ നമ്പ്യാരല്ല, എന്താണ് നമ്പൂതിരി ചേർത്തെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് തമാശയായിട്ട് പറഞ്ഞാണോ എന്നറിയില്ല. എന്താണേലും അപ്പോൾ ഇപ്പോൾ കൗമുദി വന്നുള്ള ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അകത്ത് ഇതെന്താണ് ഇങ്ങനെ ഒരു പേര് ചേർത്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആനയ്ക്കൊക്കെ ഹിന്ദുക്കളുടെ പേരല്ലേ ഇടുന്നത്, അതുപോലെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം തോന്നിയ ഒരു പേര് ഇട്ടു എന്നുള്ളതേ ഉള്ളെന്ന്. പക്ഷെ ഇത് കേൾക്കുന്ന നമ്പ്യാർ ജാതിയിൽ സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടെന്നൊരു കല്ലുകടി തോന്നില്ലേ? തോന്നും. അതെന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ എന്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യാനും എന്ത് വൃത്തികേട് ചെയ്യാനും പറ്റുന്ന ഒരു ഇതാണോ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ? അല്ലെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്താലും ഇവിടെ എന്തും ചെയ്യാം. ഈ പോൺസൈറ്റ് പോലുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ ഹിന്ദുമതം ഒരു കുഴപ്പമില്ല, അതിന് ചേർന്ന മതമാണ് എന്നുള്ളൊരു മെസ്സേജ് പോലെ അതിൻ്റെ ഉള്ളിൽ തോന്നും. അത് ശരിക്കും പറഞ്ഞാൽ നമ്പ്യാരായിട്ടുള്ള ആൾക്കാർക്ക് വിഷമം തോന്നി. അപ്പോൾ അനിൽ എന്ന് പറയുന്ന ജനൻ ടി വിയിലെ ആൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നീള നമ്പ്യാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ്. ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് എനിക്കെന്തേ ഹിന്ദു നാമധേയമായി കൂടാ എന്നതാണ് അവരുടെ വാദം. വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. പബ്ലിക്കായി തുണി ഉരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം. ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല. കയ്യും കാലും വെട്ടുന്നില്ലെന്ന് കരുതി തോന്നിയാസം ചെയ്താൽ കണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആളിട്ട പോസ്റ്റാണ്. പുള്ളി ജനൻ ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അതിൻ്റെ അകത്ത് പുള്ളിയുടെ പേരിൻ്റെ കൂടെ നമ്പ്യാർ എന്നുണ്ട്. നമ്പ്യാർ എന്നുള്ള ഒരു സമുദായ, ഒരു ജാതി പേരാണ്. ഇവർ വളരെ കൂളായിട്ട് ഈ തുണിയില്ലാതെയൊക്കെ അഭിനയിക്കാനുള്ള ലൈസൻസ് പോലെയാണ് നമ്പ്യാർ എന്നുള്ള പേരെടുത്തിട്ടിരിക്കുന്നത്. കാരണം അവരുടെ ജാതിയിൽ പെട്ടവർ ഇത് ജീൻസ് ഇട്ടപ്പോൾ തന്നെ പുറത്താക്കി വിട്ടു. അപ്പം അങ്ങനെ പുറത്താക്കുന്നവർക്കെല്ലാം വന്നു ചേരാവുന്ന ഒരിതാണ്. ഇവിടെ എന്ത് തോന്നിയാസം ചെയ്താലും ആരുമില്ല ഇവിടെ ചോദിക്കാനും പറയാനെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇവരെന്തിനീ നമ്പ്യാർ നായർ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിടേണ്ട? അത്രയ്ക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോയി നമ്പൂതിരി ഇതൊക്കെ എടുത്തിടേണ്ട കാര്യമുണ്ട്? ഒരു സാധാ ജാതി മനസ്സിലാവില്ലാത്ത എന്തോരം പേരുകളുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ജാതി മനസ്സിലാവാത്ത പേരുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേരിട്ടാൽ പോലെ. ഈ നമ്പൂരി നായരും നമ്പ്യാരും ഇങ്ങനെ ഏത് ജാതിയിലാണ് പെട്ടതെന്ന് മനസ്സിലാകുന്ന ഒരു വാലുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വാല് വെട്ടിക്കളഞ്ഞ് വെച്ച് നടക്കുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് ഇവർ വന്നിട്ട് നിള നമ്പ്യാർ. അപ്പോൾ ആ ഒരു സമുദായത്തെ മൊത്തം അപമാനിക്കുന്ന പോലെയാണ് തോന്നിയിരിക്കുന്നത്. അത് അനിൽ നമ്പ്യാർ പറയുന്നതിന് അത് കുറേ സത്യമുണ്ട്. കാരണം ആ ഒരു സമുദായത്തിലോട്ട് വന്നാൽ എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടിയ പോലെയാണ് ഈ സ്ത്രീ. ഇപ്പോൾ ബോധമില്ല ചെയ്യുന്നതായിരിക്കാം,
ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ആസിയ എന്നുള്ള അവരുടെ പേര് മാറ്റിയിട്ട് നേരെ നിള നമ്പ്യാർ ഒരു വെയിറ്റിന് വേണ്ടി ചെയ്തായിരിക്കും. പക്ഷെ അതും ആ ഒരു സമുദായക്കാർക്ക് അത് ദേഷ്യമാവില്ലേ? അവരെ അപമാനിക്കുന്ന പോലെയല്ലേ സത്യമായിട്ടും? കാരണം ആ ഒരു സമുദായത്തിൽ ഇതൊക്കെ ആവാം എന്നുള്ള ഒരു മെസ്സേജ് പോലെയാണ് കിടക്കുന്നത്. വളരെ മണ്ടത്തരമാണ് ചെയ്തു വെച്ചത്. എന്താണേലും വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാലും ഇവർ പറയുന്നുണ്ട് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഒരിക്കൽ. എന്നിട്ട് മക്കൾക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക്, ഭർത്താവാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ആ മഹാനെ നമ്മൾ തൊഴണം. അയ്യോ എൻ്റെ പൊന്നോ, എന്തോരം റീലുകൾ, ആ റീലുകളൊക്കെ കണ്ടിരിക്കാൻ പോലും പറ്റിയില്ല. അത് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് സ്വന്തം ഭർത്താവാണ്. സമ്മതിച്ചിരിക്കുന്നു, കൊടുക്കണം ഒരു കയ്യെ. രണ്ടാമത് മക്കളുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. അതിൽ നിന്ന് വന്നിട്ടാണ് ആത്മഹത്യ ചെയ്യാതെ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കളോ നിന്റെ ധൈര്യം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ഇത് ധൈര്യമാണല്ലോ ഇത് ധൈര്യമാണോ ഈ തുണിയില്ലാതെ കാണിക്കുന്നത്? ധൈര്യമാണെന്ന് പറയാനേ പറ്റില്ല. ധൈര്യമായിട്ട് ജീവിതത്തിനെ പ്രതിസന്ധികളെ തളരാതെ നിൽക്കുന്ന സ്ത്രീരത്നങ്ങളെ നമ്മൾ കാണാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്ത്. മാനം എന്നുള്ളതും നാണം എന്നൊന്നും ഇല്ലെങ്കിൽ ആർക്കും തുണിയില്ല, കാശുണ്ടാക്കുക. അല്ലാതെ അതിനെ ധൈര്യം എന്ന് പറയാനൊന്നും പറ്റില്ല. ഇത് ധൈര്യമല്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞുമക്കളായിട്ടുള്ള അവരെ വളർത്താൻ വേണ്ടിയാണ് ഈ തുണി ഉരിയുന്നത് എന്ന് പറയുമ്പം ഇത് കണ്ട് വളർന്നു വരുന്ന ആ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും വലുതാകുമ്പം ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കും, അമ്മ ഞങ്ങളെ ഇതിപ്പേത അമ്മ ഞങ്ങളുടെ കഴുത്ത് ഞെരിച്ച് അങ്ങ് കൊന്നുകൂടായിരുന്നു എന്ന് ചോദിക്കും. കാരണം അവർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? അതൊന്നും ആലോചിക്കുന്നില്ല. കുറേ മുടന്ത ന്യായങ്ങളും വന്നിരുന്നിട്ട് പൈസ ഉണ്ടാക്കാൻ നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം മാറ്റും എന്നുള്ള തിയറി വിശ്വസിക്കുന്ന പല ടൈപ്പ് ആൾക്കാരാണ്. അത് മാത്രമാണ് ഇതൊക്കെ. അല്ലാതെ ഈ ഒരു കാര്യത്തിലൊന്നും ഒരു ന്യായവും ഇല്ല. കൗമുദിയിൽ ഇൻ്റർവ്യൂവിൽ അവരതും ഇതുമൊക്കെ ചോദിക്കുമ്പോൾ വളരെ പക്വതയോടെ നീറ്റായിട്ട് ദേഷ്യം വരാതെ നന്നായിട്ടിരുന്ന് മറുപടി പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു. പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ, ഇതുമല്ല ഇതുപോലെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട് പരിപാടി, എന്നാൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു കാരണവശാലും ഏത് വഴിയിലൂടെ ന്യായീകരിക്കും? ഒരു വഴിയിലൂടെ ന്യായീകരിക്കാൻ പറ്റില്ല. ഏത് ജാതി മതം ഇതൊന്നുമല്ല. ഒരു സ്ത്രീ എന്ന രീതിക്ക് അവർക്ക് ഇത്രയും പ്രായമുള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് അവർ ഹസ്ബൻഡിനെ കാണിക്കാതിരിക്കുകയാണ് വലിയ ഗെയിമായിപ്പോയി. ഹസ്ബൻഡിനെ കാണിക്കുകയില്ല. പിന്നെ ഹസ്ബൻഡിനെ കാണിക്കുന്നത് എന്തിനാണ്? ഈ വക ഗോഷ്ഠി മുഴുവൻ, ഈ കണ്ട വൃത്തികേട് മുഴുവൻ ഞരമ്പന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടുന്ന വീഡിയോകൾ അതെല്ലാം വിൽപ്പനയ്ക്കാണ്. ഫോട്ടോ ഒക്കെ വിൽപ്പനയ്ക്കാണ്. ഇതെല്ലാം എടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് പോസ്, ആ പോസ് വെക്ക്, ഈ പോസ് നിൽക്കുക, ഇതെല്ലാം പറഞ്ഞു ചെയ്യുന്ന ഭർത്താവ്. അപ്പം അയക്കും വേർപ്പിൻ്റെ അസുഖമാണ്, പണിയെടുക്കാൻ കഴിയില്ല. അപ്പം മാനം എന്നുള്ളതൊന്നുമില്ല. അതിന് വേണ്ടി മുസ്ലിം മതത്തിൽ നിന്ന് പുറത്താക്കി ഇതൊന്നും സമ്മതിക്കുകയായിരുന്നു കണ്ടപ്പോഴത്തേന് ഉടനെ തന്നെ ഹിന്ദു മതമാണ് ആർക്കും വേണ്ടി കൊട്ടാന്ന് ചെണ്ടേന്നുള്ള രീതിയിൽ അത് നമ്പ്യാരെന്ന് പേരിട്ട്. അപ്പോൾ ഒരിക്കലും ആസിയ നവാസിനെ ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പേരിടണമെന്നുണ്ടെങ്കിൽ അവർ ഒരു ജാതിയെയും ആക്ഷേപിക്കാതെ, ഇതൊരു ആക്ഷേപമാണ് ജാതിയെ, അങ്ങനത്തെ ആക്ഷേപിക്കാതെ വേറെ എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന പേരുകളുണ്ട്. ജാതി മതം ഒന്നുമില്ലാത്ത ഇഷ്ടംപോലെ പേരുകൾ കിട്ടാറുണ്ട്. വാല് വേണ്ട, അതല്ലാതെ ഇട്ട് മര്യാദയ്ക്ക് പോവുക. സത്യത്തിൽ ഈ വക ഗോഷ്ഠി കാണിക്കാതെ ഇത്രയും ആരോഗ്യമുണ്ട്. അവരെ കണ്ടാൽ നല്ല ആരോഗ്യമുണ്ട്. ആ സ്ത്രീക്കും ഭർത്താവിനൂടെ നന്നായിട്ട്, വലിയ പണക്കാരായിട്ടല്ല, സാധാരണ ലെവലിൽ മക്കളെ വളർത്തി ജീവിച്ചു പോകാവുന്ന ആരോഗ്യം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. അവിടെയാണ് ഈ വക ഗോഷ്ഠി കാണിച്ചിട്ട് വന്നിരുന്ന് നല്ല ന്യായീകരണം മെഴുകൽ കേൾക്കേണ്ടതാണ്. സത്യത്തിൽ സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെയും മാനം ഇല്ലാതെ ഉണ്ടല്ലോ ആൾക്കാരെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അറിയില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.